ദുബൈയിൽ നിന്ന് MC നാസർ വീണ്ടും ചേരുന്നു. നാസർ, ഇപ്പോൾ ഈ ഏറ്റവും അവസാനം നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തെഹ്റാനിലും തെല്ലവീവിലും ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. അജിംസ്, തീർച്ചയായിട്ടും അല്പം മുമ്പാണ് തെഹ്റാനിനും അതോടൊപ്പം തന്നെ കുമ്മ്, ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രധാനമായിട്ടും തെലവീവിന്റെ തന്നെയാണ് ഈ മിസൈലുകൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അധിനിവിഷ്ട പ്രദേശങ്ങളിലും ഈ മിസൈലുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്ന് പകൽ നടന്ന ആക്രമണത്തിൽ ഹൈപ്പർസോണിക് ഫത്തഹ് 2 എന്ന മിസൈലാണ് വലിയ തോതിൽ ഇസ്രായേലിൽ നാശം വിധിച്ചിരിക്കുന്നത്. 9 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഏതാണ്ട് 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 57 പേർക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇസ്രായേൽ അധികൃതർ വിശദീകരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ കനത്ത ആക്രമണങ്ങളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആ ആക്രമണങ്ങൾ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇതെന്ന് ഈ ആക്രമണം നിർത്തുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനാവില്ല. കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് തന്നെയാണ് തങ്ങൾ നീങ്ങുന്നത് എന്നാണ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തൊക്കെയാണ് ഈ ലക്ഷ്യം എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എങ്കിൽ പോലും പ്രധാനമായിട്ടും അവർ ലക്ഷ്യമിടുന്നത് ഈ ഒരു ജനങ്ങൾക്ക് ഒരു പുതിയ ഭരണമാറ്റം വരാൻ പറ്റുമെങ്കിൽ അതിനുള്ള സാഹചര്യം കുറെ കൂടി അനുകൂലമാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അത് ഇസ്രായേലിന് ഒരിക്കലും ഭാവിയിൽ ദോഷം ചെയ്യാത്ത വിധത്തിലേക്ക് അത് ഗണ്യമായിട്ട് കുറയ്ക്കാനുള്ള നടപടികൾ ഈ ആക്രമണത്തിലൂടെ രൂപപ്പെടുത്തുക. അതോടൊപ്പം തന്നെയാണ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ കൃത്യമാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത്. കാരണം ഒരു സൈനിക സ്വഭാവത്തിലുള്ള ഇറാനെ പരമാവധി അതിൽ നിന്ന് ഗണ്യമായിട്ട് അതിൻ്റെ ശേഷി കുറച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുതിയ ഈ ഒരു പൗരോഹിത്യ സ്വഭാവത്തിലുള്ള ഭരണ സംവിധാനത്തിന് പകരം ജനകീയമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അക്കാര്യത്തിനും ഈ ഒരു ആക്രമണത്തിലൂടെ ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് ജർമ്മൻ നേതൃത്വവും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഒരു ജനകീയമായിട്ടുള്ള ഒരു സർക്കാരാണ് ഇറാന് ആവശ്യം. അത്തരമൊരു നീക്കത്തോട് പൂർണ്ണമായിട്ടും തങ്ങളും സഹകരിക്കുമെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. യൂറോപ്പ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ മുൻ പ്രസിഡന്റ് അഹമ്മദീനജാദ് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇനിയും ഔദ്യോഗികമായി ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചില മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുന്നു.